നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, എന്താ സർ? അത് ശരി, എന്താന്ന് എന്നോട് ചോദിക്കാണോ? ഞാൻ തന്നോട് അങ്ങോട്ടാ ചോദിക്കുന്നത്. എന്താ, എന്തു പറ്റി? നമ്മുടെ താലികെട്ട് ചടങ്ങ് മാറിയതിന്റെ വിഷമാണോ? എടോ ശ്യാമേ, ഇതിപ്പോ ചുമ്മാ എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കിയ താലികെട്ടല്ലേ? പിന്നെ ജോത്സ്യം പറഞ്ഞത് അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. എടോ, നമ്മുടെ ദിവസങ്ങൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. സാറിന്റെ ആഗ്രഹങ്ങള് അതൊക്കെ സാധിക്കാതെ. നിർത്ത് മതി. തന്റെ സന്തോഷ എന്റെ സന്തോഷം. താൻ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാ എന്റെ ആഗ്രഹം. വിവേക് വിളിക്കുന്നുണ്ട്. വിവേക്. അഖിലേ, നമുക്ക് ശ്യാമയുടെ പുതിയ പാട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. വിവേക്, നീ കാര്യങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? അന്നത്തെ ചടങ്ങ് നടന്നില്ല. ശ്യാമ ആകെ അപ്സെറ്റാ. അത് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വിളിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ട് തന്നെയാ പറയുന്നേ. എത്രയും വേഗം ശ്യാമ പാട്ടിലോട്ട് വരണം. എനിക്കറിയാം ശ്യാമ ആകെ അപ്സെറ്റ് ആയിരിക്കും. ആ ദുഃഖത്തിൽ നിന്ന് ശ്യാമയെ മാറ്റി ആകെ ലൈവ് ആക്കണം. അതിന് പാട്ട് മാത്രമേ ശ്യാമയെ സഹായിക്കൂ. 2 ദിവസത്തിനുള്ളിൽ പുതിയ പാട്ട് പാടിക്കണം. വിവേക്, പാട്ടിന്റെ കാര്യമൊക്കെ നമുക്ക് കുറച്ച് സാവകാശം ആലോചിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം ചെയ്യും, ഫോൺ ശ്യാമയ്ക്ക് കൊടുക്ക്. ഹലോ. ശ്യാമ, കൃഷ്ണ തുളസിയുടെ 2ാമത്തെ പാട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യണം. വിവേക്, പാട്ടിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. പാട്ടിനെ കുറിച്ചല്ലാതെ മറ്റെന്ത് കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ശ്യാമയോട് സംസാരിക്കേണ്ടത്? ശ്യാമേ, ശ്യാമ പാടാനായിട്ടാ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. ദൈവം ശ്യാമയെ ഇങ്ങോട്ട് അയച്ചത് പാട്ടിലൂടെ മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാനാ. പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം ശ്യാമ പാട്ടുകാരിയാണെന്നുള്ള സത്യം പലരിൽ നിന്നും മറച്ചു വെക്കേണ്ടി വന്നു. അതൊക്കെ ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒളിച്ചുകളെയൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം. വിവേക് പറയുന്നതൊക്കെ സത്യം തന്നെയാ. പക്ഷെ പല കാര്യങ്ങളിലും പെട്ട് എന്റെ മനസ്സ് ഡള്ളായിട്ടിരിക്കുക. എന്ത് പല കാര്യങ്ങൾ? അന്നത്തെ ചടങ്ങ് മുടങ്ങിയതാണോ? നിങ്ങളുടെ കല്യാണം എന്നേ കഴിഞ്ഞതാണ്. അതിനി പ്രത്യേകിച്ചൊരു താലികെട്ട് കൂടി വേണ്ട. നിങ്ങള് ദൈവം കൂട്ടിച്ചേർത്തവരാ. അതിലും വലുതൊന്നും അല്ലല്ലോ ഭൂമിയിലെ താലികെട്ടും ചടങ്ങുവന്നു. സത്യത്തിൽ ശ്യാമ കമ്പനിയുടെ ഉദ്യോഗം തന്നെ ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. ശ്യാമ മുഴുവൻ സമയം പാട്ടിൽ തന്നെ ശ്രദ്ധിക്കണമായിരുന്നു. ഈ ശശികുമാർ എന്നൊരു മ്യൂസിക് ഡയറക്ടറെ ശ്യാമയ്ക്ക് അറിയോ? അറിയാം. ശ്യാമ ശശികുമാറിന്റെ ശിക്ഷണത്തിൽ സംഗീതം പരിശീലിച്ചു തുടങ്ങണം. ശശികുമാർ സാറിന്റെ കീഴില് സംഗീതം പരിശീലിക്കാനോ? അതൊക്കെ എളുപ്പത്തിൽ സാധിക്കോ? ബാക്കി കാര്യങ്ങളൊക്കെ അഖില് പറയും. ശ്യാമ ശശികുമാറിന്റെ കീഴിൽ സംഗീതം പരിശീലിക്കും. കൂടുതൽ ഉയരങ്ങളിലോട്ട് എത്തുകയും ചെയ്യും. കൃഷ്ണ തുളസിയുടെ പാട്ട് എത്രയും പെട്ടെന്ന് അപ്ലോഡും ചെയ്യും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ വിളിക്കാം. വിവേക് പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഒരു തിരിഞ്ഞു നോട്ടവും സംശയവും ഒന്നുമില്ല. മനസ്സിലായില്ലേ? നിന്റെ ഇഷ്ടദൈവം അല്ല, എന്റെയും ഇഷ്ടദൈവം നിന്റെ മുന്നിലുള്ളത്. ഈ ദേവനെ നോക്കി നീ പറയും. 100% ആത്മാർത്ഥതയോടെ സംഗീതത്തിനായി നീ ഇറങ്ങുമെന്ന്. സംഗീതത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കാൻ പോവാ.
നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടത്തണ്ടേ? അതിനു വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റിനെ കാണണം, ചില കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അതിനു മുൻപ് നമുക്ക് ചില കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? ദേ, മ്യൂസിക് ബിസിനസ് ലാഭമാണെന്ന് പറഞ്ഞ് എന്നെ ഇതിലേക്ക് ഇറക്കിയത് അരുന്ധതി. എന്നിട്ട് ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കണമെന്നോ? പറയുന്നത് കേക്കു ജഗൻ. ശ്യാമ നമ്മുടെ പിടിയിൽ നിന്ന് പുറത്തുപോയി. ആ ചാർമയുടെ നീക്കങ്ങളും വ്യക്തമല്ല. എന്ത് വ്യക്തമല്ലെന്ന്? ദേ, ഇപ്പൊ തന്നെ അവളെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയാ. അവളുടെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അതുറപ്പാ. ചാർമിനെ കിട്ടാത്തത് കൊണ്ട് 1-2 ഷോസൊക്കെ മാറിപ്പോയി. അപ്പോ അവളെ ഇവിടെ കിട്ടണം അല്ലേ? അതെ, അവളെ ഇവിടെ കൊണ്ടുവരണം. അവളെക്കുറിച്ച് വ്യക്തമായി ഒന്ന് അറിയണം. അതുപോലെ ആ ശ്യാമയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ശ്യാമയുടെ കാര്യത്തിൽ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, അവളെ അങ്ങ് അവസാനിപ്പിക്കുക. അത് തന്നെയാണ് ശ്യാമയുടെ കാര്യത്തിൽ തീരുമാനം. ശ്യാമയാണ് വിസ്മയ്ക്ക് വേണ്ടി പാടിയിരുന്നതെന്ന് ലോകത്ത് ആരും അറിയാൻ പാടില്ല. അതെ അങ്കിൾ, അവളെ അവസാനിപ്പിക്കണം. അത് തന്നെയാ വേണ്ടത്. അവള് ജീവിച്ചിരുന്ന ഒരു പേടി എപ്പോഴും നമ്മുടെ കൂടെ കാണും. രഹസ്യങ്ങളൊക്കെ അവള് വിളിച്ചു പറയുമെന്ന്. ഒരു രഹസ്യവും അവളുടെ വായിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നില്ല. അതിനു മുൻപ് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. അതുപോലെ തന്നെയാ ആ ചാർമിളയുടെ കാര്യം. ആദ്യം അവളെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് അവളുമായിട്ട് വ്യക്തമായ ഒരു കരാറുണ്ടാക്കാം. സത്യത്തിൽ ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നൊന്നും അറിയാതെ ആകെ കൈവിട്ട ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങള്. ഒന്നും പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. നമുക്ക് ഈ മ്യൂസിക് ബിസിനസ് ഗംഭീരമാക്കണം. ഈ ഫീൽഡിൽ നമ്പർ 1 ആകണം. ജഗൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തും നേടും. ജഗൻ പറഞ്ഞതുപോലെ നമുക്ക് ശ്യാമയുടെ കാര്യത്തിൽ ഒരവസാന തീരുമാനം എടുക്കണം. അവള് പാടാൻ തുടങ്ങിയാ പിന്നെ നമ്മുടെ ജീവിതം തന്നെ അവസാനിക്കും. അവളിനി ഒരിക്കലും പാടില്ല. ആ കമ്പനിയുടെ ജോലികളൊക്കെ ശ്രദ്ധിച്ച് ആ വഴി കൂടെ അവളങ്ങ് പോവും. എന്തായാലും ശരി, ശ്യാമയുടെ നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിൽ അവൾ പാട്ടോ സംഗീതമോ ആയി ബന്ധപ്പെട്ടാൽ നമ്മൾ അടുത്ത ചൂട് വെക്കണം. ആദ്യം ആ ചാർമിളയെ പൊക്കാം, എന്നിട്ട് അടുത്തത് എന്ത് വേണമെന്നുള്ളത് ആലോചിക്കാം. ശ്യാമയും വസുന്ധരയും തമ്മിൽ അകൽച്ചയില്ല. ആ അകൽച്ച കൂട്ടുന്ന കാര്യം ഐശ്വര്യ നോക്കിക്കോളും. ശ്യാമയെ നമ്മൾ തീർത്താൽ അതിന്റെ കുറ്റം കൊണ്ടിടേണ്ടത് വസുന്ധരയുടെ തലയിലായിരിക്കണം. അതിന്റെ അടിസ്ഥാനം നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.